മൂന്നാമത്തെ ഓർഗാനോമെറ്റാലിക് റിയേജന്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ ലിഥിയമാണ്. ആൽക്കൈൽ ലിഥിയമായിട്ട് കാർബോക്സിലിക് ആസിഡ് റിയാക്ട് ചെയ്യുമ്പം കറസ്പോണ്ടിങ് കീറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ഈ OH ഗ്രൂപ്പ്, ഇതിനകത്തുള്ള ഈ OH ഗ്രൂപ്പ്, COHലെ OH ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കൈൽ ലിഥിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പം കറസ്പോണ്ടിങ് കീറ്റോൺ ഫോം ചെയ്യും. അപ്പോൾ 3 ഓർഗാനോമെറ്റാലിക് റിയേജൻസ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആകുമ്പോൾ ആൽക്കഹോൾ ഉണ്ടാകും. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആകുമ്പോൾ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ ഉണ്ടാകും. ആൽക്കൈൽ ലിഥിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കീറ്റോൺ ആണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ ഹാലോജിനേഷൻ ഓഫ് ആലിഫാറ്റിക് ആസിഡ്സ് ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പം നമ്മുടെ ആലിഫാറ്റിക് ആസിഡ്, ആൽഫ ഹൈഡ്രജൻ ഉള്ള ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ് ഹാലജൻസിൻ്റെ ഹാലജിനേഷൻ നടക്കും ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ലൈക്ക് ഫോസ്ഫറസ്. ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ഹാലോജിനേഷൻ നടന്നിട്ട് ആൽഫ ഹാലോ ആസിഡ്സ് ഫോം ചെയ്യും. ആൽഫ ഹാലോ ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ആലിഫാറ്റിക് ആസിഡ്സ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് react to give alpha halo acids. ഓക്കെ, ഇതാണ് ഹാലോജിനേഷൻ ഓഫ് ആലിഫാറ്റിക് ആസിഡ്സ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഒരു നെയിംഡ് റിയാക്ഷനാണ്. അപ്പം ജസ്റ്റ് നമ്മൾ റിയാക്ഷൻ മാത്രമേ ഇപ്പം പറഞ്ഞുള്ളൂ. ഇനി അടുത്ത റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ. ഇതൊരു നെയിംഡ് റിയാക്ഷനാണ്. ഇതിൻ്റെ പേര് ഹൺസ് ഡീക്കർ റിയാക്ഷനാണ്. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ -CO2. നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പിലെ COOHലെ CO2 ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. ആ റിയാക്ഷന് പറയുന്ന പേര് ഹൺസ് ഡീക്കർ റിയാക്ഷൻ. 2 തരം ഡീകാർബോക്സിലേഷൻ ഉണ്ട്. ഒന്ന് ഇലക്ട്രോളിസിസ് വഴിയും ഇത് നോർമൽ റിയാക്ഷൻ വഴിയും. Decarboxylation of the silver salts of carboxylic acids in presence of bromine or chlorine. അപ്പോൾ സിൽവർ സോൾട്ട് ഈസിയാണ്. സിൽവർ സോൾട്ട് ഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്തൊരു പിന്നെ സിൽവർ നൈട്രേറ്റോ അങ്ങനെയുള്ള ഏതൊരു സോൾട്ട്, സിൽവർ സോൾട്ട് എടുത്ത് കാർബോക്സിലിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അങ്ങനെയുള്ള സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്ത് ബ്രോമിനോ ക്ലോറിനോ, ഹാലജൻസ് ആയിട്ടാണ് മെയിൻലി ബ്രോമിനോ ക്ലോറിൻ ഇൻ ഡ്രൈ കാർബൺ ടെട്രാക്ലോറൈഡിൽ ട്രീറ്റ് ചെയ്യുമ്പം യു ഗെറ്റ് കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് ആണ് കിട്ടുന്നത് ബൈ ഡീകാർബോക്സിലേഷൻ. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഹൺസ് ഡീക്കർ reaction. Silver salt of carboxylic acid will react with halogen in presence of dry CCl4 to give alkyl halide by decarboxylation. This reaction is called Hunt's-Decker reaction. അപ്പോൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകുന്ന റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷനാണ്. ഇതിൻ്റെ പേര് കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്നാണ്. ഇലക്ട്രോളിസിസ് വഴി ഡീകാർബോക്സിലേഷൻ നടത്തുന്നതിനെയാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഞാനിത് ഈ നെയിം റിയാക്ഷൻ ഞാൻ ഇതിനകത്ത് കൊടുക്കാത്തത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഈ കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്നുള്ള പേര് വരാൻ വേണ്ടി, പേര് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡിൽ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലൈഡിൽ കൊടുക്കാത്തത്. നിങ്ങൾ നോട്ട് എഴുതുമ്പം കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്നുള്ളത് നോട്ടിൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഡീകാർബോക്സിലേഷൻ, ഇലക്ട്രോളിസിസ് വഴി ഡീകാർബോക്സിലേഷൻ നടത്തുന്ന പ്രോസസ്സാണ് കോൾബ്സ് ഇലക്ട്രോളിസിസ്. It is the electrochemical oxidative decarboxylation of carboxylic acid salts. അപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ സോൾട്ടിൽ നിന്ന് ഡീകാർബോക്സിലേഷൻ നടക്കുന്നത്. ഹൺസ് ഡീക്കർ റിയാക്ഷൻ സിൽവർ സോൾട്ട്, സ്പെസിഫിക്കലി സിൽവർ സോൾട്ട് ആണ്. ഇത് ഏത് സോൾട്ട് വേണമെങ്കിലും ആവാം. Concentrated aqueous solutions of sodium salts of carboxylic acids on electrolysis give alkanes. Hunt's-Decker reaction വഴി ആൽക്കൈൽ ഹാലൈഡ് ആണ് ഉണ്ടാകുന്നത്. പക്ഷെ കോൾബ്സ് ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാകുന്നത് ആൽക്കെയിൻസ് ആണ്. ഇതിന്റെ മെക്കാനിസം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അത് സോൾട്ട് ആണ്. സോൾട്ട് ആയതുകൊണ്ട്
നെഗറ്റീവ് അയണും പോസിറ്റീവ് അയണും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോളിസിസ് ചെയ്യുമ്പം അറ്റ് ആനോഡിൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് സ്പീഷീസിലാണ്. ആനോഡിൽ എന്താ റിയാക്ഷൻ നടക്കുന്നത്? ആനോഡ് ഈസ് ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുകയാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ആൽക്കെയിനും ഡീകാർബോക്സിലേഷനും അവിടെ നടക്കും. കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിൽ റിഡക്ഷൻ നടക്കും, സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഈ റിയാക്ഷനെ കോൾബ്സ് ഇലക്ട്രോളിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡീകാർബോക്സിലേഷൻ രണ്ട് നെയിം റിയാക്ഷൻ ഉണ്ട്. ഹൺസ് ഡേക്കർ റിയാക്ഷനും ഉണ്ട്, കോൾബ്സ് ഇലക്ട്രോളിസിസും ഉണ്ട്. ഹൺസ് ഡേക്കർ റിയാക്ഷൻ വഴി ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടാകും. കോൾബ്സ് ഇലക്ട്രോളിസിസ് വഴി ആൽക്കെയിനാണ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കുറേ തരം റിയാക്ഷൻസ് നമ്മൾ കണ്ടു. ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ടാവുന്ന റിയാക്ഷൻ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ആ ഓർഗാനോമെറ്റാലിക് റിയേജൻസുമായിട്ടുള്ള റിയാക്ഷൻ കണ്ടു. പിന്നെ ഡീകാർബോക്സിലേഷൻ റിയാക്ഷന് നമ്മൾ കണ്ടു. ഇനി അടുത്ത റിയാക്ഷൻ എന്താണ്? ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ആലിഫാറ്റിക് ആസിഡ്സ് നമ്മുടെ ഫോസ്ഫറസ് ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആൽഫ ഹാലോ ആസിഡ്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. അതിന് പറയുന്ന പേരാണ് ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉള്ള കാർബോക്സിലിക് ആസിഡ്സ് മാത്രമാണ് HVZ റിയാക്ഷൻ തരുന്നത്. Treatment with bromine and a catalytic amount of phosphorus leads to the selective alpha bromination of carboxylic acids. അപ്പോൾ നമ്മൾ RCH2COH ഈ കാർബോക്സിലിക് ആസിഡ്സ് ആണ് ഈ റിയാക്ഷൻ തരുന്നത്. ഈ HVZ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് കിട്ടും? RCHClCOH. ഓക്കെ, ആൽഫ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാണ് ഹാലജൻ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ. ഇതിനകത്ത് ബ്രോമിനാണ് കാണിച്ചിരിക്കുന്നത്. ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷനിൽ ബ്രോമിനാണ് റിയേജന്റ്. അപ്പോൾ ഇവിടെ ബ്രോമിൻ, അപ്പോൾ ഇവിടെ Br ആണ് വരുന്നത്. ഓക്കെ, ഇത് ക്ലോറിന് വെച്ച് തരും. അപ്പോൾ അതിന് ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ എന്ന് പറയില്ല. ഇനി ഇതിനകത്തോട്ട് വീണ്ടും HVZ റിയാക്ഷൻ നടത്തിയാൽ ഇതിനകത്തും ആൽഫ ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ RCBr2COH ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഹാലജൻസിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൽഫ പൊസിഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൽഫ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബോണിൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള പൊസിഷനെയാണ് ആൽഫ പൊസിഷൻ എന്ന് പറയുന്നത്. റിയേജന്റ് ബ്രോമിൻ ആൻഡ് കാറ്റലിറ്റിക് എമൗണ്ട് ഓഫ് ഫോസ്ഫറസ്. അപ്പോൾ ആൽഫ പൊസിഷനിൽ മാത്രം ബ്രോമിനേഷൻ നടക്കും. അപ്പോൾ ഇത് ഇത്രയും വലിയ പിന്നെ നെയിം റിയാക്ഷൻ ആക്കിയൊക്കെ പറയാനും മാത്രം ഈ റിയാക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? The halogenated acids can undergo nucleophilic substitution and elimination reaction at the alkyl group. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൽ ഈ നമ്മുടെ ബ്രോമിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൽഫ പൊസിഷനിലാണ്. ആ ബ്രോമിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പിൽ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഫ ബ്രോമോ പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. അതിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഈ ബ്രോമിനെ നമുക്ക് OH വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ COH ഗ്രൂപ്പിലോട്ട് നമ്മൾ ആസിഡിലോട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒരു ന്യൂ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ഇത് ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡിന്റെ സിന്തസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അന്നേരം ഞാൻ എടുത്ത് ചോദിക്കും, ഹൗ വിൽ യു പ്രിപ്പയർ ലാക്റ്റിക് ആസിഡ്? ഇനി അടുത്തത് ഈ ബ്രോമിന് പകരം സയനൈഡ് ഗ്രൂപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ആൽഫ സൈനോപ്രോപ്പിയോണിക് ആസിഡ് ഉണ്ടാക്കാം ബൈ ട്രീറ്റിംഗ് വിത്ത് സോഡിയം സയനൈഡ്. പിന്നെ ഒരു അമിനോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അമോണിയ വെച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അമിനോ ആസിഡ് ആണ് അല്ലേ, ആൽഫ അമിനോ പ്രൊപ്പിയോണിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആൽഫ പൊസിഷനിൽ ഹാലജൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ HVZ യൂസ് ചെയ്യാം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹാലജൻസിനെ നമുക്ക് വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നോർമൽ കേസിൽ ബ്രോമിൻ അല്ല, അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജനിൽ നമുക്ക് ഈ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ. ഇതാണ് ഹെൽ വോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ
ഹൺസ്-ഡേക്കർ റിയാക്ഷൻ പഠിച്ചു, പിന്നെ കോൾബ് ഇലക്ട്രോളിസിസ് പഠിച്ചു, ഹെൽ-ബോൾഹാർഡ് സെലിൻസ്കി റിയാക്ഷൻ പഠിച്ചു. ഇനി ഒരു നെയിം റിയാക്ഷൻ കൂടി ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, ഫിഷർ എസ്റ്ററിഫിക്കേഷൻ. 4 നെയിം റിയാക്ഷൻസ് നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ 4 നെയിം റിയാക്ഷൻസും നിങ്ങളുടെ നെയിം റിയാക്ഷൻസിന്റെ ബുക്കിലോട്ട് എഴുതി വെക്കണം. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ റിയാക്ഷനും 5 പ്രാവശ്യം നിങ്ങളുടെ 5 പ്രാവശ്യം എഴുതുന്ന ബുക്കിലോട്ട് എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, ഇതിൽ ഓരോന്നും ആക്ച്വലി ഈ സ്ലൈഡിലുള്ള റിയാക്ഷൻ നിങ്ങൾ എഴുതണമെന്നില്ല, ബിക്കോസ് ഇത് സിമ്പിൾ ആണല്ലോ. ഈ ആൽഫ പൊസിഷനിലുള്ള ബ്രോമിൻ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസും നിങ്ങൾ 5 പ്രാവശ്യം വീതം എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോരോ അസെൻഡ് ആൻഡ് ഡിസെൻഡ് ആൽക്കഹോൾ സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അസെൻഡ് ആൻഡ് ഡിസെൻഡ് കാർബോക്സിലിക് ആസിഡ് സീരീസ് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി.